ഈ കാണുന്ന കളേഴ്സ് ഞാൻ കാണുന്ന പോലെയല്ല നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരനോ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അതിനു മുന്നേ നമ്മുടെ ഫിസിക്കൽ വേൾഡിന് കളേഴ്സ് ഇല്ല. ഡിഫറെൻറ്റ് വേവ് ലെങ്സിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണുള്ളത്. നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലാണ് കളേഴ്സ് ക്രിയേറ്റ് ആവുന്നത്. കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ അങ്ങനെ ചെയ്യണത്. വിശ്വാസമില്ല അല്ലേ? ഈ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ റെഡ് എന്നൊരു കളറില്ല, പക്ഷേ നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്തു അവിടെ റെഡ് എന്ന കളർ ഉണ്ട് എന്ന്. അതിനർത്ഥം എന്താ? ബ്രെയിൻ്റെ ഉള്ളിലാണ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ വേറൊരു ആംഗിളും കൂടെ ഉണ്ട്. അതായത് രണ്ട് പേര് കാണുന്ന കളേഴ്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ? നോ ടു ബ്രെയിൻസ് ആർ ദി സെയിം. രണ്ട് പേരുടെ ബ്രെയിൻസ് ഒരിക്കലും സെയിം ആവില്ല. നമുക്കത് സ്വാപ്പ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല, പക്ഷേ അങ്ങനെയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രീൻ ആണെന്ന് വിശ്വസിക്കുന്ന സാധനം ചിലപ്പോൾ വേറെ ആൾക്ക് റെഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അതിന് ഗ്രീൻ എന്നാണ് വിളിക്കണത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വിശ്വസിക്കുന്നത് അവർ കാണുന്ന കളറാണ് ഗ്രീൻ എന്നാണ്. പക്ഷേ ചിലപ്പോൾ മറ്റാൾ കാണുന്നത് റെഡ് ആയിരിക്കും നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പക്ഷെ നമുക്കതും തെളിയിക്കാൻ വകുപ്പുകളൊന്നുമില്ല, കാരണം നമുക്ക് ബ്രെയിൻ സ്വാപ്പ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റിംഗ് അല്ലേ?